ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ചിരിക്കാൻ വേറെ ഒരു വഴിക്കും പോകണ്ട. സാധാരണ നമ്മളെ കോമഡി സിനിമയൊക്കെ കാണുമ്പോഴാണ് ചിരിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഞാനൊരു പുതിയ വാർത്തയായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഗൂളിക്കടവിൽ, അത് അട്ടപ്പാടി ഗൂളിക്കടവിൽ, അവിടെ ഒരു ക്ലോക്ക് വാങ്ങാൻ കയറി. ക്ലോക്ക് വാങ്ങാൻ ഞാൻ കയറിയതല്ല, ക്ലോക്ക് വാങ്ങിയതാണ്. അത് നമ്മുടെ മകനാണ് വാങ്ങിയത്, രണ്ടാമത്തെ മകനാണ് വാങ്ങിയത്. അപ്പോൾ 200 രൂപയ്ക്ക് അവനൊരു ക്ലോക്ക് വാങ്ങി. എൻ്റെ ഭാര്യയുടെ ചേട്ടത്തിയുടെ ഭർത്താവും ഒരു ക്ലോക്ക് വാങ്ങി. അപ്പോൾ അവനത് അവിടെ കൊണ്ടുപോയി യൂസ് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ക്ലോക്കായിട്ട് ഈ കുട്ടി, നമ്മുടെ ഈ മകൻ 2-3 പ്രാവശ്യം അവിടെ പോയി അത് കംപ്ലൈൻറ്റ്, ഇത് കംപ്ലൈൻ്റ് എന്ന് പറയുന്നു. അത് മാറ്റിത്തരാം, ഇത് മാറ്റിത്തരാം, ബാറ്ററി മാറ്റുന്നു, മെഷീൻ മാറ്റുന്നു. അപ്പം സംഭവം ഇന്നലെ ഞാനൊന്ന് പോയി നോക്കി അവിടെ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഷീൻ മാറ്റിത്തരാം, പിന്നെ വേറെ ഒന്നൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീടിരിക്കുന്ന ദിശ, വീടിൻ്റെ പല ഭാഗത്തും ദിശ മാറ്റം വന്നു കഴിഞ്ഞാലും ക്ലോക്കിന് കംപ്ലൈൻറ്റ് വരുന്നു. എന്തൊരു വളരെ പൊട്ടത്തരാണെന്ന് അറിയാം ഇവർ പറയുന്നത്. ദിശ മാറിക്കഴിഞ്ഞാൽ ക്ലോക്ക് കേടുവരും, അല്ല വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണ് ടി വി ഉണ്ട്, മൊബൈലുണ്ട്. ഇതൊന്നും ദിശ മാറിക്കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാതിരിക്കേണ്ടിയാണല്ലോ. മൊബൈൽ ഫോൺ അങ്ങനെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റേഞ്ചിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ റേഞ്ച് കിട്ടാതൊക്കെ വരും. അതൊക്കെ ഈ അങ്ങനെ ടി വി, ക്ലോക്ക്, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ ദിശ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാതിരിക്കുമോ? ഇവരെന്തൊരു പൊട്ടത്തരമാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതെ, സംഭവം ശരിയാണ്. അപ്പം ഈ ദിശേൻ്റെ പ്രശ്നം എന്താണല്ലോ നമുക്കറിയില്ലല്ലോ. കാരണം നമുക്കൊരു ക്ലോക്കിന് ദിശ, ഇപ്പം ഞാനൊരു 400 രൂപേൻ്റെ ക്ലോക്ക് വാങ്ങി, അതിന് ദിശേൻ്റെ ഒരു പ്രശ്നം ഇതുവരെ കാണുന്നില്ല. ചില വീടുകളിലല്ലേ. അടിപൊളി ക്ലോക്കാണല്ലോ. ഇത് കണ്ട, ഇതൊക്കെ എന്താ റേറ്റ് വരുന്നു? ഈ വലിയ ക്ലോക്കിനാ? അത്ര ഒരുപാട് ഇത് കണ്ട, ആ വലിയ ക്ലോക്ക് കണ്ടില്ല, അതൊരു സ്റ്റൈലാട്ടോ. അല്ല, എവിടെയായാലും ദിശേൻ്റെ പ്രശ്നമാണ് പ്രശ്നം. ഇതൊക്കെ വാച്ചിൻ്റെ സെലക്ഷൻ തന്നെ ഉണ്ട്. ബാറ്ററി മാറ്റുന്നുണ്ടോ? അതെ. ഇനിയിപ്പോൾ ദിശേൻ്റെ പ്രശ്നം വരുമോ? ദിശേൻ്റെ പ്രശ്നമേ പറയാനേ പറ്റുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങളിത് മാറ്റിത്തരിക, അതല്ലെങ്കിൽ പിന്നെ ഇത് നേരാക്കി തരിക. ഞാൻ പറഞ്ഞത് പുതിയ ക്ലോക്ക് 10-100 കൂടിയാലും കുഴപ്പമില്ല, വേറൊരു ക്ലോക്ക് നല്ലത് തന്നാൽ മതി. അപ്പോൾ പറഞ്ഞ് മാറ്റിത്തരൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ലേ, ഞങ്ങൾ മാറ്റിത്തരത്തില്ല. അപ്പോൾ പറയുന്നത് മാറ്റി തന്നില്ലെങ്കിൽ അതിന് പറ്റുന്നൊരു വഴി ചെയ്യുക, ഒന്നെങ്കിൽ ക്ലോക്ക് ശരിയാക്കി തരിക. അപ്പോൾ ഞാൻ അതിൻ്റെ വിഷയം മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ സ്ത്രീ ക്ലോക്ക് അഴിക്കുന്നു, ക്ലോക്ക് അഴിച്ചതിന് ശേഷം വിഷയം മാറ്റുന്നു. അതൊക്കെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു ബാറ്ററിയും കൂടി മാറ്റിയിടാ ചേട്ടന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററിയും കൂടി മാറ്റിയിടുന്നു. ഇപ്പം ദൈവത്തിൻ്റെ സഹായത്താൽ ഇനിയിപ്പം ദിശ മാറ്റം ഇപ്പോൾ ഒരേ ദിശയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇനി അഥവാ ദിശ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോയി വെള്ളത്തിലായി, അത്ര തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഊളകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ കുറേ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട്. അവിടെ 2 സ്ത്രീകളേ ഉള്ളൂ, ഒരു സ്ത്രീ മാത്രമേ ഇന്നലെ ഉള്ളൂ. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരിന്നലെ ലീവാന്ന് തോന്നുന്നു. അങ്ങനെ 2 ആളേ ഉള്ളൂ അവിടെ ഉള്ളൂ. പെണ്ണുങ്ങൾ നടത്തുന്ന കടയല്ല, വേറെ ആണുങ്ങളാരും അല്ല. ആണുങ്ങളാരും ഇല്ലെന്ന് തോന്നുന്നു. അത് ഒരുപാട് വാച്ചുകളുടെ ശേഖരങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല നല്ല വാച്ചുകൾ, നല്ല നല്ല ക്ലോക്കുകൾ. അപ്പോൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലോക്ക് കിട്ടും. അപ്പം നമ്മുടെ ചേട്ടത്തിയുടെ ഭർത്താവും പറഞ്ഞു, ഇത് 200 രൂപയുടെ ക്ലോക്കാണ് ഞാൻ വാങ്ങി. പക്ഷേ എനിക്കത് ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത്രയും ദിവസമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, 100 ക്ലോക്ക് വാങ്ങുമ്പോൾ 99 എണ്ണവും ശരിയാവും. ചിലപ്പോൾ അവസാനം കഷ്ടപ്പെട്ട് ഒരുത്തൻ കട്ടകാലം പിടിച്ചവനെ ഒന്ന് പോയി വാങ്ങിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും.
അപ്പം ഞങ്ങൾ പോയിട്ട് ഈ ക്ലോക്ക് അവിടെ നിന്ന് അഴിച്ച് മെഷീനൊക്കെ മാറ്റി ബാറ്ററി മാറ്റി. ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി എപ്പോഴാണ് ദിശ മാറുന്നത്, ദിശ അങ്ങോട്ട് കാറ്റടിക്കുമ്പോൾ ക്ലോക്ക് അങ്ങോട്ട് ഇറങ്ങി പിന്നെ ഒന്ന് ഇളകി കഴിയുമ്പോൾ ദിശ മാറും. ദിശ മാറിക്കഴിയുമ്പോൾ പിന്നെയും പഴയതുപോലെ ആവും. പിന്നെയും ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചേട്ടാ ഇനി ഏക്കുമല്ല. കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഈ കുഴപ്പമുള്ളൂ. എന്നിട്ട് നമ്മുടെ ഭാര്യയുടെ ചേർത്തിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഇവരുടെ ക്ലോക്ക് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ വെക്കുക, എന്നിട്ട് ആ ക്ലോക്ക് എടുത്ത് അവിടെയും വെക്കുക. ദിശമാറ്റം ചിലപ്പോൾ കറക്റ്റായി കഴിഞ്ഞാൽ ശരിയാവും, ഒക്കെ ശരിയാവും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പൊട്ടത്തരങ്ങളായിട്ട് ഓരോ ആളുകൾ ഇവരുടെയൊക്കെ മൂള ഇത്രയേ ഉള്ളൂന്നുള്ളൂ. ഈ 200 രൂപയുടെ ക്ലോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവും ഇത് തല്ലിപ്പൊളി ക്ലോക്കാണ്, വല്ല പഴയ മെഷീനോ ഏതെങ്കിലും പൊളിച്ച ക്ലോക്കിൻ്റെ വല്ല മെഷീനോ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങനെയുള്ള ഈ ഇഞ്ചൻ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടാളും, ഞാനും എൻ്റെ ചേട്ടത്തിൻ്റെ ഭർത്താവും എൻ്റെ രണ്ടാമത്തെ മകൻ, ഞങ്ങൾ 3 ആളും കൂടി ചെന്നപ്പം കാര്യങ്ങൾ സംഗതി ഒക്കെ ആയി. വേഗം പുതിയ മെഷീൻ വെക്കുന്നു, ക്ലോക്കിൻ്റെ ബാറ്ററി മാറ്റുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ദിശ മാറിക്കഴിഞ്ഞാൽ ഇനി മുകളിലിരിക്കുന്ന അങ്ങേരും കൂടി ഒന്ന് തീരുമാനിക്കണം ഇനി ദിശ മാറണോ വേണ്ടേ എന്നുള്ളത്. എല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ, ദൈവം എന്ന് പറയുന്നൊരു ആൾ. അങ്ങേരും കൂടി ഇനി ദിശ മാറിക്കഴിഞ്ഞാൽ ഇത് ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇനിയിപ്പോൾ അങ്ങേർക്ക് അറിയാം. പിന്നെ ഇപ്പം അങ്ങേരോടും കൂടി അഭിപ്രായം ചോദിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദിശ മാറുമല്ലോ, ഞാൻ കർത്താവ് ഇത് ദൈവം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടി എന്നുള്ളത് അങ്ങേരോട് കൂടി ഒന്ന് ചോദിക്കേണ്ടി വരും. കാരണം ദിശ മാറിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഊളകൾ ഈ 21-ാം നൂറ്റാണ്ടിലുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ ചെയ്യുന്ന ഇവരുടെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇവരുടെ വീഡിയോ ഒന്ന് പിടിക്കുന്നത്. അപ്പോൾ ഇവരുടെ മുഖം അടക്കം ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കടയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരുവിധം ഗൂളിക്കടവ് അട്ടപ്പാടി ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം ഏതാ കട എന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വിശദീകരിച്ച് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഗൂളിക്കടവ് സെൻറ്ററിൽ തന്നെ കാണാം, ഗൂളിക്കടവ് അങ്ങാടി ഇറങ്ങുമ്പോൾ തന്നെ കാണാം, ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു ബഡാ ബസാറാന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആവും ഇത്. എന്തായാലും കാണാം അത്. ഞാൻ ഇന്നലെ അതിൻ്റെ കടയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്നിട്ട് കട ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കടയുടെ ഏകദേശം രൂപവും കടേൻ്റെ ഉള്ളിലത്തെ ആ കടയ്ക്കകത്തുള്ള ആ വീഡിയോ പിടിച്ചപ്പോൾ ആ വീഡിയോയും കൂടി ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അട്ടപ്പാടിക്കാർക്ക് കേട്ടോ, അല്ലാത്ത പുറത്തുള്ള ഒരാൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അട്ടപ്പാടിക്കാർക്ക് അത് മനസ്സിലാവും. ശരി, എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. ഓക്കെ.